ബംഗളൂരു ഹോസ്കോട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മറ്റു വാഹനങ്ങളിലേക്ക് പാഞ്ഞുകയറി അപകടത്തിൽ മലയാളി വിദ്യാർത്ഥി ഉൾപ്പെടെ 7 പേർ മരിച്ചു. മരിച്ചവരിൽ 6 കാർ യാത്രക്കാരും ഒരു ബൈക്ക് യാത്രക്കാരനും ഉൾപ്പെടുന്നു. കാറിൽ യാത്ര ചെയ്ത യേലഹങ്ക RV കോളേജിലെ PU മലയാളി വിദ്യാർത്ഥികളായ അശ്വിൻ നായർ, ഏതൻ ജോർജ്, കൂട്ടുകാരായ അർഹാൻ ഷെരീഫ്, അയാൻ അലി, ഭരത്, ഫർഹാൻ, ബൈക്ക് യാത്രക്കാരൻ ഗഗൻ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം ജഗതിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഉടനെ ഇറങ്ങിയതിനാൽ കാർ യാത്രികരായ ദമ്പതികൾ രക്ഷപ്പെട്ടു. പേരാവൂരിൽ 1 കോടി രൂപ സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റ് തോക്കു ചൂണ്ടി തട്ടിയെടുത്തെന്ന കേസ് പിൻവലിക്കാൻ പരാതിക്കാരനും പ്രതിയും ഹൈക്കോടതിയിൽ. പണം നഷ്ടപ്പെടുമെന്ന നിലയിലെത്തിയതിനെ തുടർന്നാണ് ഇരുവരും കോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണക്കേസ് SIT സംഘം കർണാടകയിലെ ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ വീട്ടിൽ പരിശോധന നടത്തി പ്രധാന രേഖകൾ ശേഖരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. ഏത് കേസിലാണ് CBI മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയതെന്ന ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് CBIക്ക് വിടണമെന്ന ഹർജിക്കാരോടാണ് ദേവസ്വം ബെഞ്ച് ചോദ്യം ഉന്നയിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ വരവ് ചെലവ് കണക്കുകളിലെ ക്രമക്കേടുകൾ വ്യക്തമാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെന്ന് ആവർത്തിച്ചു പറഞ്ഞ മന്ത്രി VN വാസവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചടുല നീക്കങ്ങളുമായി കോൺഗ്രസ്. ഫെബ്രുവരിയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഞായറാഴ്ച മുതൽ രാത്രി 11 വരെ സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ആലപ്പുഴ SD കോളേജിൽ ഗുരുതര വീഴ്ച. ഡിഗ്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകി. തമിഴ്നാട്ടിലെ 1.31 കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം കൈമാറി DMK സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് സ്റ്റാലിന്റെ സുപ്രധാന നീക്കം. T20 ലോകകപ്പിൽ അട്ടിമറി വിജയവുമായി സിംബാബ്വെ. ഓസ്ട്രേലിയയെ 23 റൺസിനാണ് സിംബാബ്വെ പരാജയപ്പെടുത്തിയത്. കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ.